ദേവഗിരി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി വെള്ളിയാഴ്ചക്കാവുന്ന സ്ഥലത്ത് സെന്റ് സ്റ്റീഫൻസ് പള്ളി. അവിടെ നമ്മുടെ കാളിന്തി മാഡം വെയിറ്റ് ചെയ്യും. ഡേറ്റ് കൺഫർമേഷൻ വന്നു. നെക്സ്റ്റ് മൺഡേ ബൈ 4 PM. അണ്ണൻ്റെയൊക്കെ ഒരു ലക്കി അണ്ണ. ഇതെന്തായി പണിതീരത്ത പള്ളിയിൽ പ്രാർത്ഥന? ഇത് ഞങ്ങളുടെ കുരിശടിയാണ്. ഇടവക്കാർ ചേർന്ന് ഒരു ഇറ്റാലിയൻ ആർക്കിടെക്റ്റിനൊക്കെ വെച്ച് പുതുക്കുന്നു. പക്ഷെ പഴയ ശീലം ഇവിടെ വന്ന് മെഴുതിരി കത്തിച്ചിട്ട് യാത്രകളൊക്കെ തുടങ്ങാറുള്ളൂ. ഇവരടുത്താണോ വീട്? സോറി, നോ ക്വസ്റ്റ്യൻസ്. ഞങ്ങൾക്ക് പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല. കോൺട്രാക്ടിനെ കുറിച്ച് മാനേജ്മെന്റ് ബ്രീഫ് ചെയ്തിരുന്നില്ലേ? സ്ട്രിക്റ്റ് ആണ്. റൂൾസ് ആർ റൂൾസ്. നമ്മൾ പോകുന്ന വീടിനെ കുറിച്ചൊരു ബ്രീഫ് തരണം. ഡൂസ് ആൻഡ് നോട്ട്സ്, കോഷ്യസ് ആവേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യാം എന്നതാണ് ആ വീടിന്റെ പ്രത്യേകത. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് ബ്രീഫ് ചെയ്താൽ പോരെ? ഓക്കെ. സോ ഇതാണ് ബർമാസ് ഐലൻഡ്. എങ്ങനെയുണ്ട്? കൊള്ളാം. പ്രേം നസീറിന്റെ കാലത്തൊക്കെയുള്ള ബംഗ്ലാവ് പോലുണ്ട്. പ്രേം നസീറിന് കിട്ടൂല. ഫ്രണ്ടിലൊരു KP ഉമ്മർ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ തരാം. പീലിച്ചേട്ടാ, ഒരു മാറ്റമില്ലല്ലോ. പീലിച്ചേട്ടൻ ഇവിടത്തെ എല്ലാമായ കാര്യസ്ഥൻ. ഇത് കാളിന്തി. ഹലോ ചേട്ടാ. രാമേ, ആ പെട്ടിയെല്ലാം എടുത്തു വെക്ക്. ഇത് കാളിന്തി, വൈഫാണ്. ഹായ്. ഹായ്. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നോ? കഴിച്ചു, ലേറ്റ് ആയപ്പോ. ഗ്രേറ്റ്. ദെൻ ടേക്ക് റെസ്റ്റ്. പീലി, മുറി കാണിച്ചു കൊടുക്കുക. ഓ, വാ മോളെ. നീ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എങ്ങനെ വരാതിരിക്കും? വലിയ മാറ്റങ്ങളല്ലേ. മുന്നിലൂടെ കമ്പം തേനി ഹൈവേ, സെന്റിന് അപ്പീലില്ലാതെ 7 ലക്ഷം രൂപ. ഇറ്റ് വാസ് ടു ടെംപ്റ്റിംഗ്. ഞാനിതുമല്ല ധർമ്മസ്ഥാപനത്തിനും കൊടുത്താലോ? നിനക്ക് തരുന്നെന്താ ഉറപ്പ്? കൊടുക്കില്ലല്ലോ. ഈ വീടും പറമ്പും എനിക്കല്ലാതെ മറ്റൊരു അനാഥനും നിങ്ങൾ കൊടുക്കില്ല. നിനക്കൊരു ഡ്രിങ്ക് വേണോ? വേണ്ട, കിടക്കട്ടെ, ക്ഷീണമുണ്ട്. സെയിം മുറി.
സെയിം മുറി. ഗുഡ് നൈറ്റ്. तुझसे नाराज नहीं जिंदगी, हैरान हूँ मैं, हो हैरान हूँ मैं, तेरे मासूम सवालों से परेशान हूँ मैं, ओ परेशान हूँ मैं. പെട്ടിയൊക്കെ അകത്ത് മുറി വെച്ചിട്ടുണ്ട്. വെള്ളവും കുറച്ച് പാളന്തോളം പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. പിന്നെ ഓ ശരി. പറഞ്ഞു വെച്ച പോലെ 2 മുറി 2 കട്ടില്. ഞങ്ങളുടെ കമ്പനിക്ക് ടൈലർ മെയ്ഡ് പോലെ. 2 മുറി കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴയ വീടാണ്, ചിലപ്പോൾ ഒറ്റയ്ക്ക് കിടന്ന പേടിക്കും. ഒരു മുറി വന്ന് പാർത്തായെന്ന് പറഞ്ഞ ചില ഐറ്റംസ് മച്ചിന്നൊക്കെ ചാടി ഇറങ്ങാം. വരട്ടെന്നേ. ഞാനൊരു ഓഫർ വെച്ചെന്നേ ഉള്ളൂ. സാറിന് ബുദ്ധിമുട്ടാവും. ഞാൻ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും, പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഈ കൂർക്കം വലിക്കുന്ന പെൺകുട്ടി എന്ന് കേൾക്കുമ്പോൾ ടേൺ ഓഫ് ആവുന്ന ആ ടൈപ്പ് അല്ല ഞാൻ. ഐ ലൈക്ക് ഇംപെർഫെക്ഷൻസ്. എന്നാലും ഇന്ന് വേണ്ട, ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. ലെറ്റ് us take it slow. അപ്പൊ സാധ്യതകൾ തുറന്നു കിടപ്പുണ്ട്. നമുക്കിടയിൽ എന്നെ പൊട്ടിച്ചോ എന്ന് പറഞ്ഞൊരു ചങ്ങലയും. രസമാണത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, എഴുന്നേക്കുന്നില്ലേ? 9:30 ആയി. 9:30 വരെ കിടന്നുറങ്ങാം. ഞാൻ കല്യാണി. ഞാൻ ജാനകിയുടെ മോളാ. ഏത് ജാനകി? നമ്മുടെ വേലക്കാരി ജാനകി. എനിക്കറിഞ്ഞൂടാ, പരിചയമില്ല. പരിചയപ്പെടേണ്ട ആളാണ്. കാണുമ്പളേ 10 പൈസയുടെ കുറവുണ്ടെന്ന് തോന്നും, പക്ഷെ പാവാ. അതോ ഞാൻ പോയി വർമാങ്കളിനെ വിളിച്ചിട്ട് വരാം. ജാനകി, ഇവിടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. മോള് വന്നിരുന്നു അല്ലേ?